ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇതാ വീണ്ടും നമ്മുടെ പുണ്യ റമദാൻ മാസം വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക് ആശംസിക്കുന്നു. അപ്പോൾ ഈ റമദാനിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ മറ്റുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ ഇബാദത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും പിന്നെ ദാനധർമ്മങ്ങൾ നമുക്ക് കഴിയുന്ന പോലെ ചെയ്തുകൊണ്ട് നമ്മുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു റമദാൻ പ്ലാനർ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്യുന്നുണ്ട്. റമദാൻ പ്രമാണിച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനും കൂടി ചെയ്യുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള. അപ്പം അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ റമദാനിൽ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിന്, പക്ഷെ അതൊരു ഡയറിയിലാണ് പ്ലാനർ ചെയ്തത്. അപ്പം ഇപ്രാവശ്യം ഞാൻ ഡിജിറ്റലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു 30 പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിന്. അപ്പം ഇതുപോലുള്ള പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഡെയിലി പ്ലാനറിൻ്റെ ടെംപ്ലേറ്റ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു പാറ്റേൺ ആണ്. അപ്പം അതുകൊണ്ടാണ് ഇത് ഞാൻ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ഈ പ്ലാനർ ഞാൻ സ്പൈറൽ ബൈൻഡിങ് ആയിട്ടാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കളറിങ് ബുക്കുണ്ട്, ഡ്രോയിങ് ബുക്ക്. അപ്പം അത് ഒരു സ്പൈറൽ ബൈൻഡായിട്ട് വരുന്നതാണ്. അപ്പം അതിലെ ഉള്ളിലുള്ള പേജസൊക്കെ ഫില്ലായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇനി ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ സ്പൈറൽ റിങ് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു കട്ടിയുള്ളൊരു ബോർഡുണ്ട്. അപ്പം അതും കൂടി ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പ്ലാനറിൻ്റെ ബാക്ക് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ സ്പൈറൽ ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് പോർഷന് ഇതിൽ ഒരു പേജിൽ വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് എത്ര ഹോൾസ് വേണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മേലെ കൂടിയാണ് ഹോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യം ഒരു പേപ്പറിൻ്റെത് ഇങ്ങനെ ഹോളിട്ട് കൊടുത്തു. പിന്നെ ബാക്കി നമ്മൾ 30 ഷീറ്റ് പ്രിൻ്റ് എടുത്തിനല്ലോ, അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 5 പേജസ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് ഹോളിട്ട് കൊടുത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഹോളിടൽ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പഞ്ചുണ്ടായാലും ഒരുപാട് പേപ്പേഴ്സ് ഒന്നിച്ച് വെച്ച് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ 5 പേപ്പേഴ്സായിട്ട് ചെയ്തത്. പക്ഷേ എന്താ പറയുക, നല്ല പാടുണ്ടായിന് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല വൃത്തിക്ക് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ 30 പേജസും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കൈൻ്റെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല പെയിൻ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ പ്ലാനറിൻ്റെ ഫ്രണ്ട് കവറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇമേജാണ് കേട്ടോ. അപ്പം അതിൽ ഞാൻ ഫോണ്ടോ ആപ്പിൽ ജസ്റ്റ് റമദാൻ പ്ലാനറിന് ഒരു ടെക്സ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാണ് ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തത്.
അപ്പോൾ ഇതാ പ്രിൻ്റ് എടുത്ത് വെച്ച 30 പേപ്പേഴ്സും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് കവർ ഉണ്ടല്ലോ, അതിനും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ സ്പൈറൽ റിങ് അറ്റാച്ച് ചെയ്യണം. അപ്പം നല്ല സാവധാനത്തിൽ ഇത് ചെയ്യാൻ നോക്കുക. തിരക്കിട്ട് ചെയ്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഫൈനലി ഇതാണ് നമ്മുടെ പ്ലാനർ, റമദാൻ പ്ലാനർ. അപ്പം മാഷാ അല്ലാ നല്ല അടിപൊളിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കവർ പേജ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ചെയ്ത പ്ലാനർ ഉണ്ടല്ലോ, അപ്പം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം റമദാൻ ഡെയിലി പ്ലാനറിന് ഒരു ടൈറ്റിലുണ്ട്, പിന്നെ ദിവസം, അതായത് റമദാൻ 1 2 അപ്പം അങ്ങനെ എത്രാമത്തെ ദിവസമാണ്, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്, പിന്നെ നിസ്കാരത്തിൻ്റെ കോളങ്ങൾ, ഇപ്പം ഫർളും സുന്നത്തും ഒക്കെ അടയാളപ്പെടുത്തേണ്ട കോളങ്ങളുണ്ട്. പിന്നെ ഖുറാൻ റെസിറ്റേഷൻ, സൂറ, വേഴ്സ്, പേജ് നമ്പർ, അപ്പം അങ്ങനെ അതിൻ്റെ കോളംസ് ഉണ്ട്. പിന്നെ തദബ്ബുർ, ഖുറാൻ സമ്മറി, അപ്പം അവിടെ ഖുറാൻ നിങ്ങൾ പാരായണം ചെയ്ത ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ കുറച്ച് സമ്മറി പോലെ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് മീൽ പ്ലാനാണ്. അപ്പം സുഹൂർ, ഇഫ്താർ, അപ്പം മീൽ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗുഡ് ഡീഡ്സ് ഐ വിൽ ഡു ടുഡേ. അപ്പം ഇന്ന് നിങ്ങൾ ചെയ്ത നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. പിന്നെ ഉള്ളത് ടു ഡു ലിസ്റ്റ്, ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ നോട്ട്സ് ഫോർ നെക്സ്റ്റ് ഡേ. അപ്പം നെക്സ്റ്റ് ഡേ പ്ലാനിങ് എന്താണ്, അപ്പം അതിനും കൂടിയിട്ടുള്ള കോളമുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻസൈഡിൽ വരുന്നത്, ഇപ്പം റമദാൻ ഡെയിലി പ്ലാനറിൻ്റെ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇപ്പം ഞാൻ 30 പേജസ് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ദിവസവും ഇൻഷാ അല്ലാ എഴുതണം, ഇത് ഫില്ല് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഒരു സദക്ക ബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അപ്പം വൈഫൈ എക്സ്റ്റൻഡറിൻ്റെ ഒരു ബോക്സാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഈ സദക്ക ബോക്സ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഈ ഓപ്പൺ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കോയിൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ സെലോ ടാപ്പ് ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളർ സെലോ ടാപ്പ് വെച്ചിട്ട് ഈ ബോക്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ സെലോ ടാപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തായിട്ട് ചെയ്യുന്നത് ഞാൻ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പം റമദാൻ കരീം എഴുതിയൊരു സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റിക്കർ. മാഷാല്ലാ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ബോക്സിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലുള്ള സദക്കകൾ കൊടുക്കാൻ ശ്രമിക്കുക. പരമാവധി പ്രതിഫലം കിട്ടുന്ന മാസമാണല്ലോ റമദാൻ. അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക, എന്താ പറയുക, പരമാവധി ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോ ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. പിന്നെ അപ്പോൾ ഈ 30 ദിവസവും ഇൻഷാ അല്ലാഹ് ഇതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സദക്കകൾ ഇതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നോമ്പിൻ്റെ അവസാന ദിവസം ഉണ്ടല്ലോ, അപ്പം അന്നാണ് ഇത് ഓപ്പൺ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ബോക്സ് തട്ടിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യലാണ്. അപ്പം എൻ്റെ ഈ ടാബിൽ വെച്ച ആ ഒരു കോർണർ ഉണ്ടല്ലോ, അപ്പം ആ കോർണർ ചെറിയൊരു റമദാൻ കരീം എന്നൊക്കെയുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ചെറിയൊരു തരത്തിലൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആ കോർണർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ റംലാൻ കരീം എഴുതിയ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഇതും പിൻട്രസ്റ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ടെക്സ്റ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ലൊരു ടെക്സ്റ്റാണ്. അപ്പം ഇത് ജസ്റ്റ് ആ വാളിന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലുള്ള ലാൻഡേൺസും കൂടി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ആ ഒരു ടെക്സ്റ്റിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഹാങ് ചെയ്യുന്ന ടൈപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം ഇത് വാളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം പിന്നെ ഈ ലാൻഡേൺസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഹാങ്ങിങ് പോർഷൻ ഉണ്ടല്ലോ, അത് അവിടെ മാത്രമേ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇതുപോലുള്ളൊരു വുഡൻ ഫ്രെയിം ഉണ്ടായിന്. അപ്പം അതങ്ങനെ ആ ടേബിളിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഒരു ചെറിയൊരു ഖുറാനും പിന്നെ അതുപോലെ തന്നെ തസ്ബീഹും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ലാൻഡേൺസും ഒക്കെ ആയിട്ട് അവിടെ ആ ഒരു കോർണർ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.